ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺകുമാർ, ഈ ലഹരിക്കെതിരെ വലിയൊരു നടപടി തന്നെയാണ് പറഞ്ഞു വരികയാണെങ്കിൽ ഒരു യുദ്ധം തന്നെയാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു മയക്കുമരുന്ന് കണ്ണിയെ അറക്കാൻ സർക്കാരിന് സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ മാർച്ച് മാസം 5-ാം തീയതി മുതൽ മാർച്ച് മാസം 12-ാം തീയതി വരെയാണ് ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലുള്ള സെർച്ച് പരിശോധന ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതിനൊരു പ്രത്യേക പേരും ഇട്ടിരുന്നു, ഡ്രൈവ്, ഒരു പ്രത്യേക സ്പെഷ്യൽ ഡ്രൈവാണ്. അതിന്റെ ഭാഗമായി 8 ദിവസം കൊണ്ട് 3568 റെയ്ഡുകൾ നടത്തി. വാഹന പരിശോധന 33,709 വാഹന പരിശോധനയാണ് നടത്തിയത്. അതിന്റെ ഭാഗമായി 1.9 കോടി രൂപയുടെ മയക്കുമരുന്ന് ഈ 8 ദിവസം കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു. 554 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ 570 പേരെ പ്രതി ചേർത്തു. 555 പേരെ കയ്യോടെ പിടിച്ചു. അപ്പോൾ ഇത്രയും വലിയ തരത്തിൽ മുന്നോട്ട് പോയപ്പോൾ ആ ഡ്രൈവ് വീണ്ടും 8 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്, 12-ാം തീയതി മുതൽ 20-ാം തീയതി വരെ. ഇപ്പൊ മുഖ്യമന്ത്രി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വലിയ കണ്ടെത്തലുകളൊക്കെ നടത്തിയ സാഹചര്യത്തിൽ ഒരു സർവകക്ഷി യോഗം, സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ വിളിച്ച് നമുക്ക് ഏറ്റവും ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്ത് മയക്കുമരുന്നിന്റെ ഹബ്ബ് എന്നറിയപ്പെടുന്നത് പഞ്ചാബിലാണ്. പക്ഷെ പഞ്ചാബിൽ 2024 രജിസ്റ്റർ ചെയ്ത NDPS കേസ് 9,734 മാത്രമാണ്. ഈ കേരളത്തിൽ 24,517 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഏറ്റവും ചെറിയ ഒഫൻസിന് വരെ, ഏറ്റവും ചെറിയ സാഹചര്യത്തിൽ പോലും റെയ്ഡുകൾ ശക്തമാക്കി പ്രതികളെ കണ്ടെത്തുന്ന കാര്യത്തിലും കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലുമെല്ലാം ബഹുദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്ത് 2-ാം സ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്ത എണ്ണത്തിൽ പഞ്ചാബും, 3-ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 4-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. ഇവിടെയൊക്കെ ഉള്ളതിന്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് അത്ര ശക്തമായി നമ്മുടെ എക്സൈസും പോലീസ് സംവിധാനവും പോകുന്നുണ്ട് എന്നതാണ് അർത്ഥം. അതോടൊപ്പം തന്നെ ഈ പിടിച്ച കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് 2024 96.53 ആണ്. 2023 അത് 98% അപ്പൊ ഏതായാലും എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമയോടെ ഈ ദൗത്യത്തിന്റെ ഭാഗമായി അണിനിരക്കുകയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തെറ്റായ പ്രവണതയിലേക്ക് പോകുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ കേസിൽപ്പെടുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. സമയബന്ധിതമായിട്ട് വിചാരണ പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവും തീരുമാനമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാ വിഭാഗം ആളുകളും അതിനോട് യോജിക്കുന്ന ഒരു സാഹചര്യമാണ് വേണ്ടതെന്നതാണ് പറയാനുള്ളത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം രാഷ്ട്രീയ ഒരു പോര് തന്നെ നടക്കുന്നത് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിലുപരി ഈ ഒരു മാഫിയ സംഘത്തെ എതിർക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക എന്ന് തന്നെയല്ലേ പ്രധാന ലക്ഷ്യം? അതെ, പൂർണ്ണമായിട്ട്. ഇപ്പോ കളമശ്ശേരി പോളിടെക്നിക്കില് 2 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു ഇൻസിഡന്റ് പിടിച്ചു. രാത്രി 11:30 തുടങ്ങിയ സെർച്ച് 7 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ചു. രാവിലെ മുതൽ വാർത്ത വന്നത് SFIയുടെ നേതാക്കന്മാർ ഈ കേസിൽ പെട്ടിരിക്കുന്നു എന്ന രൂപത്തിലാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പ്രതികരിച്ചത്, ഒരിക്കലും ഇവരെ വിദ്യാർത്ഥികൾ എന്ന് പറയരുത്, വിദ്യാർത്ഥികൾ എന്ന പദപ്രയോഗത്തിന് ഇവർ അർഹരല്ല, അവർ കള്ളും കഞ്ചാവും കഴിച്ച് നടക്കുന്നവർ വിദ്യാർത്ഥികളല്ല, ഈ വാർത്ത പ്രചരിപ്പിക്കണം, ജനമനസ്സുകളിൽ ഇത് എത്തിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. KSU ഈ ക്യാമ്പസിലേക്ക് ഒരു മാർച്ച് നടത്തി. അതുപോലെ തന്നെ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും SFIയെ നിരോധിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഉച്ച കഴിഞ്ഞോടുകൂടി യഥാർത്ഥ സ്ഥിതി പുറത്തിറങ്ങി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേരെ അറസ്റ്റ് ചെയ്തതിൽ 4 പേരും KSUവിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. 3 പേരെ റിമാൻഡ് ചെയ്തു. 3 പേരും KSUവിന്റെ നേതാക്കന്മാരാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ തവണ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ആളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാള്. അപ്പൊ ആ സമയത്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഈ സംഭവത്തെ കാണാനും അതനുസരിച്ച് ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണാതെ ആരെങ്കിലും ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള പ്രവണതയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനും അവരെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവും അത് അല്ല ഇപ്പൊ വേണ്ടത്. കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ നാം നടത്തേണ്ടത്. അരുൺകുമാർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ മയക്കുമരുന്ന് ഉപയോഗത്തിലൊക്കെ പുതുതലമുറ തന്നെയാണ് കൂടുതലായും വന്ന് പെടുന്നതും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നിരവധി നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ, ഇവർക്ക് പിന്നിൽ ഒരു പാർട്ടിയുടെ ഒരു ധൈര്യം ഉണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കും, എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ഒരു ചിന്ത യുവതലമുറക്കിടയിൽ ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ ഈ ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിൽ തന്നെയുണ്ട്. ഇപ്പൊ ഇതിലൊരു SFIയുടെ ഭാഗമായി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പയ്യൻ ഇതിൽ ഉൾപ്പെട്ടു. അപ്പൊ തന്നെ SFIയുടെ സംസ്ഥാന നേതൃത്വം ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ആ വിദ്യാർത്ഥിയെ നീക്കി മാതൃകാപരമായ നടപടി സ്വീകരിച്ചു.
പക്ഷെ ഇതുവരെ KSUവിന്റെ ഭാഗത്തുനിന്ന് ഇതിൽപ്പെട്ട 4 പേർ 3 പേർ ജയിലിലാണ്. ഒരു തരത്തിലൊരു നടപടി സ്വീകരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഉള്ള ഉദാഹരണമായതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ മറ്റെന്തെങ്കിലും സംഘടനകളുടെ ഭാഗത്തുനിന്നോ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന ഒരു ബോധം അവർക്കുണ്ടാക്കാൻ പാടില്ല. കാരണം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ക്യാമ്പസുകളിൽ ഇത്തരം ചതിക്കുഴികളിലേക്ക് വീഴാൻ പാടില്ല. പുതുതലമുറയെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ക്യാമ്പസുകളിൽ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളുമായിട്ട് ഉയർന്നു വരേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉറപ്പുവരുത്തേണ്ടത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു പൊതു ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. ആരെങ്കിലും ഇത്തരത്തിൽ ചതിക്കുഴികളിൽ വീണിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടൊപ്പം തന്നെ അവരെ ബോധവൽക്കരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കണം. അതിൽ രക്ഷിതാക്കള്, PTA, അതുപോലെ NSS, NCC, അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അപ്പുറത്ത് പ്രത്യേകിച്ച് മാധ്യമങ്ങളും എല്ലാം നല്ല പ്രചരണം നടത്തി പോലീസിന്റെയും എക്സൈസിന്റെയും പ്രവർത്തനത്തോട് സഹകരിക്കുകയാണ് വേണ്ടത്. ഒരു തരത്തിലും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഒരു പാർട്ടിയും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. ശരി, വളരെയധികം നന്ദി അരുൺകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.